ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പഴം കൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ പഴുത്ത് ഉടഞ്ഞ പഴമൊന്നുമല്ല, തൊലിയൊക്കെ കറുത്തൊന്ന് മാത്രമേ ഉള്ളൂ. പഴുപ്പൊക്കെ നല്ല പാകത്തിനുള്ള പഴുപ്പാണ്. ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പഴം പഴുത്ത് ഉടഞ്ഞു പോയ ആ ഒരു പരുവത്തിലുള്ളത് വേണ്ട. പഴുപ്പ് കുറഞ്ഞ പഴവും എടുക്കരുത്. അത്യാവശ്യം പാകത്തിന് നല്ല പഴുത്ത പഴമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ 3 പഴത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഉടഞ്ഞു വരണം. ആ ഒരു പരുവത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോഴേക്ക് ഇത് നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും. ഇനി ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഇതാ പഴം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. സ്പാച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ പഴം ഉടച്ചെടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഉടയ്ക്കാതെ തന്നെയോ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പഴം ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു 1/2 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വീഡിയോയ്ക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു നുള്ള് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. യെല്ലോ ഫുഡ് കളറാണ്. ഫുഡ് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു കളർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു 1/2 കപ്പ് അളവിലുള്ള വെള്ളം തന്നെയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു മധുരത്തിൻ്റെ പലഹാരമാണിത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അത്യാവശ്യം നല്ല മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ 1/4 കപ്പ് അളവിൽ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നാലാണ് കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടുള്ളൂ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അരിപ്പൊടിയുടെ അളവ് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി 2 ഏലക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വിസ്ക് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളകി കിട്ടും. ഇപ്പോൾ ഞാനിത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പരുവം ഇപ്പോൾ കറക്റ്റ് അല്ല, കുറച്ച് ലൂസായിട്ടാണ് മാവ് ഇരിക്കുന്നത്. കുറച്ചുകൂടി കട്ടിയായിട്ടിരിക്കണം ഈ ഒരു മാവ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 60 ml കപ്പിൻ്റെ അളവിലാണ് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആകെ വേണ്ടി വന്നിട്ടുള്ള അരിപ്പൊടി 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് അരിപ്പൊടിയും 60 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് അരിപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കേണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു പൈപ്പിൻ ബാഗിലേക്കാണ് ഈ ഒരു മാവ് നിറച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ഒരു ജിലേബിയുടെയൊക്കെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കുന്നത്. നന്നായിട്ട് തിളച്ച് വന്ന എണ്ണ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ ഹീറ്റ് ഒന്ന് കുറച്ചതിന് ശേഷം വേണം ഇതുപോലെ ചെയ്തിട്ടെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഈ ഒരു പലഹാരത്തിന് ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്. ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കണം. എന്നാലേ ഇത് കറക്റ്റ് കളറിനും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ.
ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ മാറി ആ ഒരു ടേസ്റ്റൊക്കെ വ്യത്യാസമായിട്ട് വരും. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലെയർ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. പിന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ദാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിൽ ഒരുപാട് എണ്ണയൊന്നും കുടിക്കൊന്നുമില്ല, അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടിക്കണ്ട. അപ്പോൾ അതാ കാണാൻ നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ടും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് ഞാനിവിടെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പഴം കൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ക്രിസ്പി ആയിട്ടുള്ള പലഹാരമൊന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വീട്ടിലിനി പഴം മേടിക്കുമ്പോൾ ഇതേപോലെ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.